ഭദ്രന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന മഞ്ജു മുരളി. അവതരണം സാലിം കരുളായി. എഡിറ്റിംഗ് SN ക്രിയേഷൻസ്. എന്താണ് ഹരിദാസ് സാർ അന്നം വിട്ട് നിൽക്കുന്നേ? വന്നിരിക്ക്. ഭദ്രൻ ചേരില്ലെന്ന് മുന്നോട്ടിരുന്നു കൊണ്ട് പറഞ്ഞു. ഹരിദാസും വിഷ്ണുവും ഒന്നും മിണ്ടാതെ നിന്നു. വിഷ്ണു പറഞ്ഞത് സത്യമായിരിക്കുന്നു എന്ന് അയാൾക്ക് ബോധ്യമായി തുടങ്ങിയിരുന്നു. സാറുമാരിരിക്ക്, കേശവ് പറഞ്ഞു. ഹരിദാസും വിഷ്ണുവും അവിടെയുള്ള ചെയറിലേക്കിരുന്നു. ആ AC യുടെ തണുപ്പിലും ഇരുവരും വീർത്തുകൊണ്ടേയിരുന്നു. എന്താണ് ഹരിദാസ് സാർ, ഞെട്ടിപ്പോയോ? എൻ്റെ ഈ കഥയിൽ ഇങ്ങനെ ട്വിസ്റ്റ് എൻ്റെ അമ്മാവും പ്രതീക്ഷിച്ച് കാണില്ലല്ലേ? അത് പിന്നെ ഹരിദാസ് എന്തോ പറയാൻ വന്നത് ഭദ്രൻ കൈയെഴുതി തടഞ്ഞു. താൻ ഞങ്ങൾക്ക് എതിരായി എന്ത് ചെയ്താലും ഞാനത് അറിയും. എന്നോടുള്ള വാശിക്ക് പിന്നെ ഓതി തന്ന ബുദ്ധിയാ നന്ദവനെ കൊണ്ട് നിരഞ്ജനെ കെട്ടിക്കുക എന്നുള്ളത്. അല്ലേടോ? ഭദ്രൻ ദേഷ്യത്തോട് വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് ഹരിദാസിനോട് ചോദിച്ചു. രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല. ഭദ്രൻ പറയുന്നതെല്ലാം കേട്ട് ഒരു ഭാഗത്ത് കേശവൻ നിൽക്കുന്നുണ്ടായിരുന്നു. അതിലൊന്നും താൻ ജയിച്ചില്ല വിഷ്ണു. നിനക്ക് പക എന്നോടല്ല, ആദിയോടാണ്. നീ അവൻ്റെ അച്ഛനിൽ വേറെ ഭാര്യയ്ക്കുണ്ടായ മകനാണ്. അവൻ്റെ സ്വത്ത് കിട്ടാൻ വേണ്ടി ആദ്യം ഇല്ലാതാക്കാൻ നീ ശ്രമിക്കുന്നേ. ഭദ്രൻ പറഞ്ഞത് ഞെട്ടിലോടെയാണ് വിഷ്ണു കേട്ടത്. അവൻ ഞെട്ടിക്കൊണ്ട് ഭദ്രനെ നോക്കി. അതിന് ഭദ്രനൊന്ന് ചിരിച്ചു. നീ ആദിക്കെതിരെ ചെരുവിരൽ അനക്കിയാൽ പോലും ഞാനും അവനും അറിയും. മോനെ വിഷ്ണു, നിന്റെ അപ്പൻ്റെ ഇത്തിരി പോകുന്ന സ്വത്ത് കണ്ട് മോഹിക്കുന്നവനാണെങ്കിൽ ഇന്ന് നീ അവിടെ ഉണ്ടാവില്ല. വിഷ്ണു ഒന്നും മിണ്ടാതെ തലതായിത്തീരുന്നു. ഭദ്രൻ ഹരിദാസ് നേരെ തിരിഞ്ഞു. നിങ്ങളുടെ ഭാര്യയുടെ ഏട്ട്, അതായത് എൻ്റെ അച്ഛൻ, അമ്മ, പെങ്ങൾ, ഇവരൊക്കെ എന്നെ വിട്ടു പോയപ്പോൾ ഉണ്ടായിരുന്നത് കൈയടക്കി നിങ്ങളും എന്നെ അനാഥനാക്കി. പക്ഷെ ഒരു മനസ്സിൽ മാത്രം ഞാനുണ്ടായിരുന്നു. എന്നോട് സ്നേഹമുണ്ടായിരുന്നു. നിത്യ, എൻ്റെ ശ്രീകുട്ടിക്ക് ഇനിയെങ്കിലും ഒരു മനുഷ്യനാകാൻ നോക്ക് ഹരിദാസ് സാർ എന്നും പറഞ്ഞ് ഭദ്രൻ അവിടുന്ന് പോയി. അവൻ്റെ ഒപ്പം കേശവും. അജിയുടെ ബൈക്ക് ചെന്ന് നിന്നത് ഒരു വലിയ വീടിന് മുന്നിലാണ്. പൊന്നു ബൈക്കിലിരുന്നുകൊണ്ട് തന്നെ ആ വീടിനെ നോക്കി. ഇറങ്ങി അജി പറഞ്ഞു. പൊന്നു വണ്ടിയിൽ നിന്നിറങ്ങി. അജി ബൈക്ക് സൈഡാക്കിക്കൊണ്ട് പൊന്നുവിനെ നോക്കി. ഇതാരുടെ വീടാ? അവൾ ചോദിച്ചു. ഇതൊരാളുടെ വീടാണ്, നിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരാളുടെ വീട്, അജി പറഞ്ഞു. അതാരാ? എൻ്റെ ചേട്ടന്മാരല്ലാതെ പ്രധാനപ്പെട്ട വേറെ ആരാ? പൊന്നു ചോദിച്ചു. നീ വാ. അജി ചിരിച്ചുകൊണ്ട് പൊന്നുവിൻ്റെ കൈ പിടിച്ച് ചെരുപ്പടിച്ച് ഉമ്മറത്തേക്ക് കയറി. പൊന്നൊന്നും മനസ്സിലാവാതെ അകത്തേക്ക് നടന്നു. ആ വലിയ വീടിൻ്റെ ഹാള് മുഴുവൻ അവൾ കണ്ണോടിച്ച് നോക്കി. ശേഷം അജിയെ നോക്കി. അജി അവളെ നോക്കി ചിരിച്ച ശേഷം അവിടെ നിന്നു. അപ്പോഴേക്കും അവിടേക്ക് ഒരു പ്രായമായ ആൾ കടന്നു വന്നു. അയാൾ അജിയെയും പൊന്നുവിനെയും നോക്കി ചിരിച്ചു. അവർ തിരിച്ചു. ഇരിക്ക്, പഞ്ചമി എന്നല്ലേ പേര്? അയാൾ ചോദിച്ചു. അതെ. പൊന്നു പറഞ്ഞുകൊണ്ട് സോഫയിലിരുന്നു. അജി പൊന്നുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇതാണ് ശങ്കർദേവ്. ഇദ്ദേഹത്തിന് 2 മക്കളാണ്. ആദ്യത്തെ മകനെ കുറിച്ച് പറയുന്നതിന് മുമ്പേ രണ്ടാമത്തെ മകനെ കുറിച്ച് പറയാം. അജി ഒന്ന് നിർത്തി ശങ്കറിനെ നോക്കി. വിഷ്ണു, നിധിയുടെ അച്ഛൻ്റെ കമ്പനിയിലെ മാനേജറാണ് വിഷ്ണു. അച്ഛൻ്റെ സ്വത്തിനോട് മാത്രം മാറ്റിയുള്ള 2ാമത്തെ മോൻ, അജി പറഞ്ഞു. പൊന്നു അയാളെ നോക്കി. ഇനി മൂത്ത മകൻ ആദിനാഥ്. ചെറിയ വയസ്സിൽ തന്നെ 2ാനമ്മയുടെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ തെരുവിലേക്ക് ഇറങ്ങിയവൻ, കൈലാസം ബസ്സിലെ കണ്ടക്ടർ. അജി പറഞ്ഞത് കേട്ട് പൊന്നു ഞെട്ടിക്കൊണ്ട് അജിയെയും അയാളെയും മാറി മാറി നോക്കി. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. മോളെ, എനിക്കെൻ്റെ മകനെ ഒന്ന് കാണണം. അവൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞു. ഇനി അധിക കാലമൊന്നും ഞാൻ കാണില്ല. അതിനു മുന്നേ എനിക്ക്. അയാൾ പറയാൻ വന്നത് മുഴിപ്പിക്കാതെ നിന്നു. എനിക്കെന്താ പറയണമെന്ന് അറിയില്ല. എന്നോട് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നെ നോക്കിയതും വളർത്തിയതും പഠിപ്പിച്ചതും ഇവർ തന്നെയാ, പൊന്നു പറഞ്ഞു. ആമി, ഒരച്ഛൻ്റെ വിഷമം നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയാം. അതുപോലെ ഇപ്പം ഞാൻ ഈ കാര്യം ആദ്യയോട് പറയുന്നതിൽ നല്ലത് നീ പറയുന്നതാണ്. അച്ഛൻ വിഷമിക്കേണ്ട, മോനെയും മരുമോളെ ഞാൻ ഇവിടെ എത്തിച്ചേക്കാം, പോരെ? പൊന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതിനെയാളൊന്ന് ചിരിച്ചു. അജിക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി. ഒരുപാട് സംസാരിച്ച ശേഷമാണ് അവരവിടെ നിന്ന് ഇറങ്ങിയത്. ആ പിതൃഹൃദയം തൻ്റെ മകൻ തൻ്റെ അരികിലേക്ക് വരുന്നതും കാത്തിരിക്കാൻ തുടങ്ങി. നന്ദുവിൻ്റെ നഗ്നമായ നെഞ്ചിൽ തളർന്നു കിടക്കുവാണ് ആദി. അവളുടെ കൈ അവൻ്റെ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു. ഇരുവരുടെയും നഗ്നമായ ശരീരം മറക്കാൻ പുതപ്പ് മാത്രമായിരുന്നു. ആദ്യം ഒന്നുകൂടി നന്ദുവിൻ്റെ മാറിലെ ചൂടിലേക്ക് ചേർന്ന് കിടന്നു. തനിക്ക് നഷ്ടപ്പെട്ട അമ്മയുടെ ചൂടിലേക്ക് എന്ന പോലെ തൻ്റെ മകനെ ചേർത്ത് നെഞ്ചിലേക്ക് കിടത്തി ഉറക്കുന്ന പോലെ നന്ദുവും അവൻ്റെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു. പെട്ടെന്നാണ് നന്ദുവിൻ്റെ നെഞ്ചിൽ ചൂടും നനവ് അനുഭവപ്പെടുന്നത്. ആദി കരയുവാണെന്ന് മനസ്സിലാക്കിയവൾ വേഗം ആദിയുടെ മുഖം പിടിച്ചുയർത്തി. എന്താ ആദ്യേട്ടാ? നന്ദുവിൻ്റെ നിറഞ്ഞ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഐ ലവ് യു ശ്രീ. ആദിക്ക് അത് മാത്രമേ അവളോട് പറയാൻ കഴിഞ്ഞുള്ളൂ. ഓരോ നിമിഷവും അവളിലേക്ക് അടിമപ്പെട്ടു പോവുകയാണ് അവൻ്റെ മനസ്സ്. അവളുടെ പ്രണയം അത്രയും മനോഹരമായിരുന്നു. രാത്രിയോടെ ഹരിദാസ് വീട്ടിലേക്ക് എത്തിച്ചേർന്നു. ഉമ്മറത്തിരുന്ന് സംസാരിക്കുന്ന നിരഞ്ജനെയും നിത്യയും ഒന്ന് നോക്കി അയാൾ അകത്തേക്ക് പോയി. അന്തപ്പെട്ട് ഹരിദാസ് പോയ വഴിയെ നിരഞ്ജനും നിത്യയും നോക്കി നിന്നു. ഹരിദാസ് റൂമിലെത്തി. അവിടെ തുണികൾ മടക്കി വെക്കുകയാണ് ശ്രീദേവി. അയാൾ അവരെ നോക്കി.
ഇന്നേ വരെ ഒരു പരാതിയും തന്നോട് പറഞ്ഞിട്ടില്ല. താൻ എന്താണോ പറയുന്നത് അതാണ് അവളും ചെയ്യുന്നത്. അയാൾ ഓർത്തു. ഹരിദാസ് കട്ടിലിൽ നിന്നുകൊണ്ട് അവരെ വിളിച്ചു. ദേവി. ഹരിദാസ് വിളിച്ചു. ദേവി ഞെട്ടിക്കൊണ്ട് തിരിഞ്ഞു നോക്കി. അയാൾ അവിടെ വന്നതോ ഇരുന്നതോ ഒന്നും ദേവി അറിഞ്ഞിരുന്നില്ല. ആ, ഇത് എപ്പോൾ വന്നു? ഞാൻ കണ്ടില്ല. ഇന്ന് വല്ലെന്നല്ലേ പറഞ്ഞത്? എന്തായാലും വന്നല്ലോ, സമാധാനായി. എന്താ കഴിക്കാൻ വേണ്ടത്? ദേവി ചോദ്യത്തിന് മേലെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരുന്നു. ദേവി, ഇവിടെ ഒന്ന് ഇരിക്ക്, ഹരിദാസ് പറഞ്ഞു. ഹരിദാസിൻ്റെ ആ പെരുമാറ്റത്തിൽ ദേവി ഒന്ന് ഞെട്ടി. അവരൊന്നും മനസ്സിലാവാതെ അയാളുടെ അടുത്തിരുന്നു. ഹരിദാസ് ദേവിയുടെ കയ്യിലേക്ക് കൈ ചേർത്തു. ദേവി അയാളെ ഞെട്ടിക്കൊണ്ട് നോക്കി. ഹരിദാസിൻ്റെ കണ്ണ് നിറഞ്ഞിരുന്നു. ദേവി ആകെ അസ്വസ്ഥയായി. നിനക്ക് നിന്റെ ഏട്ടനെ കാണാൻ തോന്നുന്നുണ്ടോ? പെട്ടെന്നായിരുന്നു അയാളുടെ ചോദ്യം. അതിന് ദേവി ശരിക്കും ഞെട്ടി. അവിടെ കണ്ണു നിറഞ്ഞു. മുഖം കുനിച്ചിരുന്ന ദേവി ഏങ്ങിക്കരഞ്ഞു. എൻ്റെ ഏട്ടൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലേ? ദേവി പറഞ്ഞു. ഉണ്ട് ശിവഭദ്രൻ. ഇന്ന് ഞാൻ അവനിൽ അവൻ്റെ അച്ഛനെ കണ്ടു. ഈ കാലം മുഴുവൻ ഞാൻ അവനോട് ചെയ്ത ദ്രോഹങ്ങൾക്കെല്ലാം എനിക്ക് അവനോട് മാപ്പ് പറയണം. അവൻ്റെ അച്ഛൻ്റെ സ്വത്തെല്ലാം അവന് തിരിച്ചു കൊടുക്കണം. ഹരിദാസ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതൊരു ഞെട്ടില്ലായിരുന്നു ദേവിയിൽ. ഇതെല്ലാം പുറത്തുനിന്ന് കേട്ടുകൊണ്ടുവന്ന നിത്യയും നിരഞ്ജനും ഞെട്ടി. ഇനിയുള്ളവരുടെ സന്തോഷ ദിനങ്ങളെ വരവേൽക്കാനായിരുന്നു ആ ദിവസം. വീട്ടിലേക്ക് തിരിച്ചു വരുമായിരുന്നു ഭദ്രൻ. അവൻ്റെ മനസ്സിൽ നിത്യയായിരുന്നു. അവളുടെ ചിരിയും സംസാരവും എല്ലാം അവൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നു. കേശവ്, വണ്ടി ഹരിനന്ദൻ തറവാട്ടിലേക്ക് വിടും. അവിടെ എത്തുമ്പോൾ പതുക്കെ പോകണം, ഭദ്രൻ പറഞ്ഞു. ഓക്കെ സർ. കേശവ് എതിർത്തൊന്നും പറയാതെ ഭദ്രൻ പറഞ്ഞ പോലെ വണ്ടി ഹരിനന്ദൻ തറവാട്ടിലേക്ക് വിട്ടു. ഇതേ സമയം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച ശേഷം നിത്യ റൂമിലേക്ക് വന്നു. ഫോണെടുത്ത് നോക്കി. അപ്പോഴാണ് അവളുടെ മനസ്സിലേക്ക് ഒരു തോന്നൽ. സാരി ഉടുത്താലോ എന്ന്. നിത്യ ഫോൺ അവിടെ വെച്ച് കബോർഡ് തുറന്നു. കുറേ നോക്കിയപ്പോൾ അവൾക്കൊരു സാരിയും ബ്ലൗസും കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, സാരി ഉടുക്കാൻ തുടങ്ങി. ആദ്യമായി ചെയ്യുന്നതുകൊണ്ട് വളരെ പതുക്കിയാണ് അവൾ ഉടുത്തിരുന്നത്. ഇതേ സമയം നിത്യയുടെ വീടിന് ചുറ്റും നടക്കുവായിരുന്നു ഭദ്രൻ. ഇതെല്ലാം അതിലിന് പുറത്തു നിന്ന് കേശവ് എത്തിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ഓ, വലിയ ബിസിനസ്മാനാണ് ഈ കാണിച്ചു കൂടുന്നത്. പ്രേമെന്ന ഇങ്ങനെയൊക്കെയാണ്, ഞാനില്ല പ്രേമിക്കാൻ, അവൻ സ്വയം തീരുമാനിച്ചു. ഭദ്രൻ വീടിന് ചുറ്റും നോക്കി. ഒരു റൂമിലൊഴികെ ബാക്കി എല്ലാവരുടെയും ലൈറ്റ് ഓഫാണ്. ലൈറ്റ് കത്തുന്ന റൂം മേളിലും. ഭദ്രൻ അവിടെ തിരിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണിൽ പെട്ടു ഒരു ഏണി. അതിൻ്റെ ചാൻസ് എന്ന് കരുതിക്കൊണ്ട് ആ ഏണി എടുത്തുകൊണ്ട് വന്ന് ആ റൂമിന് നേരെ ചാരി. അതിന് മുകളിലേക്ക് വലിഞ്ഞു കയറി ഭദ്രൻ. ബാൽക്കണിയിൽ പിടിച്ച് വലിഞ്ഞു കയറി അവൻ. ഒരുവിധം നിന്നുകൊണ്ട് നോക്കുമ്പോൾ അകത്ത് നിന്ന് സാരി ഉടുക്കുന്ന നിത്യയെ കണ്ട് അവനൊരു നിമിഷം ഞെട്ടി. ഒന്നുകൂടെ സൂക്ഷിച്ച് നോക്കി. അത് നിത്യ തന്നെയാണെന്ന് ഭദ്രന് മനസ്സിലായി. അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വിടർന്നു. അവൻ പതിയെ ബാൽക്കണി വാതിൽ തുറന്നു നോക്കി. അത് ചാരിയിരുന്നേ ഉള്ളൂ. ശബ്ദമുണ്ടാക്കാതെ അകത്തേക്ക് കയറി അവളുടെ പുറകിലൂടെ ചെന്നു. പുറകിൽ ആരുടെയും സാന്നിധ്യം ഉണ്ടെന്ന് നിത്യക്ക് മനസ്സിലായി. അവളുടെ കൈ വിറക്കാൻ തുടങ്ങി. അരയിൽ കുത്താൻ പോയ ഞൊറികൾ അവളുടെ കയ്യിൽ നിന്നും വീണു. അനങ്ങാതെ അവൾ വാതിലിലേക്ക് നോക്കി. അത് ലോക്കാണ്. പെട്ടെന്ന് അവളെ ഭദ്രൻ കെട്ടിപ്പിടിച്ചു. വാപത്തി പിടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് തന്നെ അവൾക്ക് ഒച്ച വെക്കാനായില്ല. എങ്കിലും ഭദ്രൻ്റെ സാന്നിധ്യം നീത്യക്ക് മനസ്സിലായി. അവൾ അടങ്ങിയതും ഭദ്രൻ പതിയെ നീത്യയുടെ വായിൽ നിന്നും കൈ മാറ്റി. നീത്യ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. ഭദ്രനെ കണ്ട് അവൾക്ക് സന്തോഷവും ഞെട്ടലും തോന്നി. ഭദ്രൻ അവളെ നോക്കി ചിരിച്ചുകൊണ്ട് നിന്നു. ഇതെന്താ ഭദ്രേട്ടാ, ഇവിടെ എങ്ങനെ വന്നു? നീത്യ ചോദിച്ചു. ആ, അതൊക്കെ വന്നു എന്നും പറഞ്ഞ് ഭദ്രൻ നീത്യയുടെ അരയിലൂടെ കൈയിട്ട് അവിടെയുള്ള മേശയിരുത്തി. നിനക്ക് ഉയരം കുറവായത് കൊണ്ടാ കുഞ്ഞാ, ഭദ്രൻ നിത്യയുടെ തലമുടിയിലൂടെ തഴുകിക്കൊണ്ട് പറഞ്ഞു. അയിന്? നിത്യ ചിരിച്ചു. പെട്ടെന്ന് തന്നെ കുഞ്ഞിപ്പെണ്ണെ കാണാൻ തോന്നി. അതാ വന്നേ. നിത്യയുടെ ചുണ്ടിൽ ഞെരിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു. നിത്യ ഒന്ന് മൂളി. ഇങ്ങനെ മൂളല്ല ശ്രീകുട്ടി. അതെന്താ? നിത്യ ഭദ്രൻ്റെ ഷർട്ടിൽ ബട്ടൺ പിടിച്ചുകൊണ്ട് ചോദിച്ചു. അത് പിന്നെ ഒരുപാട് കാര്യമുണ്ട്. അതും പറഞ്ഞുകൊണ്ട് ഭദ്രൻ പതിയെ നിത്യയുടെ വയറിലൂടെ വിരലൊടിച്ചു. അവളുടെ വയറിന്റെ മൃദുലിലേക്ക് അവന്റെ വിരലഴുത്തി. വേദന കൊണ്ട് നിത്യ ഇരുന്നിടന്നും ഉയർന്നതും ഭദ്രൻ നിത്യയുടെ ചുണ്ടിന് അവന്റെ വായിലാക്കിയിരുന്നു. നിത്യയുടെ കണ്ണു വിടുന്നു. അവൾ ഭദ്രന്റെ ഷർട്ടിന്റെ കോളിൽ പിടിച്ചമർത്തി. നിത്യയുടെ ചുണ്ടിലും മധുരം കൂടുതൽ കൂടുതൽ ഭദ്രൻ നുകർന്നുകൊണ്ടിരുന്നു. അവളുടെ ചുണ്ടിൽ അവന്റെ പല്ലുകളായി തീവ്രമായി ചുംബിച്ചുകൊണ്ടിരുന്നു. നിത്യയുടെ ചുണ്ട് പൊട്ടി ചോര പൊടിഞ്ഞു. എന്നാലും ഭദ്രൻ വിട്ടില്ല. നിത്യയ്ക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. അവൾ കിടന്ന് പിടക്കാൻ തുടങ്ങിയപ്പോൾ ഭദ്രൻ വിട്ടു. നിത്യ ഭദ്രന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഭദ്രൻ നിത്യയെ ചേർത്ത് പിടിച്ചു. ശ്രീകുട്ടി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക് ഭദ്രേട്ടാ. നമുക്ക് കല്യാണം കഴിച്ചാലോ? ഇപ്പൊ വിളിച്ചാ നീ എൻ്റെ കൂടെ വരൂ? ഭദ്രൻ പറയുന്നത് കേട്ട് അവൾ ഞെട്ടി. ഭദ്രൻ പറഞ്ഞത് സത്യമാണെന്ന് അറിയാൻ അവൻ്റെ നെഞ്ചിൽ നിന്നും അവൾ മുഖമുയർത്തി അവനെ നോക്കി. പ്രത്യേകിച്ചൊരു ഭാവമാറ്റവും അവനുണ്ടായിരുന്നില്ല. അവൻ നിത്യയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എന്താ ഇപ്പം ഇങ്ങനെ പറയാൻ കാരണം? ശ്രീകുട്ടി, ഐ ആം ആസ്കിങ് മൈ ക്വസ്റ്റ്യൻ അഗെയിൻ. നിനക്ക് കൂടെ വരാൻ പറ്റുമോ ഇപ്പം ഈ നിമിഷം? ഭദ്രൻ ചോദിച്ചു. ഞാൻ വരാം, ഇപ്പം ഈ നിമിഷം വരാം. പക്ഷേ ഇനി ഒരിക്കലും എന്നെ തിരിച്ച് ഭദ്രേട്ടൻ്റെ ഒപ്പം അല്ലാതെ ഈ വീട്ടിലേക്ക് വിടരുത്.
നിത്യ പറഞ്ഞു. ഭദ്രൻ ഒന്ന് ചിന്തിച്ചു. അവൾ എന്ത് പറയുന്ന അറിയാനാണ് താൻ അങ്ങനെ ചോദിച്ചത്. അവൻ നിത്യയുടെ മുഖത്തേക്ക് നോക്കി. സമ്മതിച്ചു. ഇന്ന് നിന്നെ കൊണ്ടുപോയി നാളെ ഞാൻ ശിവന് സാക്ഷി നിർത്തി ഈ ഭദ്രന്റെ ഭാര്യയാക്കിയിരിക്കും. എന്നാ വാ പോവാം, നിത്യ പറഞ്ഞു. എന്നാൽ അത് ഭദ്രനിലെ ഞെട്ടിലായിരുന്നു. നിത്യ ഭദ്രന്റെ കയ്യിൽ പിടിച്ചു. ഭദ്രൻ നിത്യയുടെ മുഖത്തേക്ക് നോക്കി. നിത്യ ഭദ്രന്റെ മുഖത്തേക്ക് നോക്കി മൃദുലമായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനൊരു വിളിക്ക് കുറെ കാലമായി ഞാൻ കാത്തിരിക്കുന്നു. നിത്യ പറഞ്ഞത് കേട്ട് ഭദ്രൻ അന്തിച്ചു. ഭദ്രൻ നിത്യയുടെ മുഖം കയ്യിലെടുത്തുകൊണ്ട് നെറ്റിയിൽ ചൂണ്ടുകൾ ചേർത്തു. വാ പോവാം, ഭദ്രൻ പറഞ്ഞു. അവര് ഭദ്രൻ വന്ന വഴിയത്തിന് ഇറങ്ങി പോകുമ്പോൾ അവിടെ ഭദ്രന്റെ ഒപ്പം പോവാണെന്ന് എഴുതി വെച്ചു. അവള് താഴെ ഇറങ്ങി അവർ നേരെ കാറിന്റെ അടുത്തേക്കാണ് ചെന്നത്. അവിടെ വണ്ടിയിൽ ചാരി ഫോണിൽ നോക്കി നിൽക്കുവായിരുന്നു കേശവ്. കേശവ് വണ്ടി എടുക്ക്, ഭദ്രൻ പറഞ്ഞു. തിരിഞ്ഞു നോക്കിയ കേശവ് ഭദ്രന്റെ കൂടെ നിൽക്കുന്ന നിത്യയെ കണ്ടെന്ന് ഞെട്ടി. ഇത് ഹരിദാസ് സാറിന്റെ മോളല്ലേ നിത്യ? കേശവ് ചോദിച്ചു. അതെ, ഇവള് ഞാൻ കെട്ടാൻ പോവാ നാളെ. അതിനാ ശ്രീകുട്ടിയെ വിളിച്ചേ. എന്നാൽ ഈ കൊച്ചിനെ ഇപ്പം വിളിച്ചുകൊണ്ട് വരാനാണ് ഇങ്ങോട്ട് വന്നത്? കേശവ് ചോദിച്ചു. അതെ, താനധികം ചോദിക്കണ്ട, വണ്ടി വീട്ടിലേക്ക് വിട്, ഭദ്രൻ പറഞ്ഞു. പിന്നെ കേശവ് ഒന്നും മിണ്ടാതെ വണ്ടിയിൽ കയറിയത് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. നിത്യയും ഭദ്രനും വണ്ടിയിൽ കയറി. നിത്യ ഭദ്രൻ നെഞ്ചിലേക്ക് തലചായ്ച്ചിരുന്നു. ഭദ്രൻ നിത്യയെ നെഞ്ചിലേക്ക് കിടത്തി അവളുടെ തലമുടിയിൽ തലോടി. മറുകൈ കൊണ്ട് ഫോൺ എടുത്ത് ആദ്യം അജി എന്ന് സേവ് ചെയ്ത നമ്പറിലേക്ക് വിളിച്ചു. റൂമിൽ പോത്തുപോലെ കിടക്കുവാണ് അജി. ഫോൺ അവൻ്റെ ചെവിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ബെല്ലടിക്കുന്നത് അജി നല്ല വ്യക്തമായി തന്നെ കേട്ടു. അവൻ കണ്ണു ചിമ്മി തുറന്ന് എഴുന്നേറ്റ് നോക്കി. ഫോണിൽ ഭദ്രൻ്റെ പേര് കണ്ടതും അജി സമയം നോക്കി. സമയം 12:30 ആയിരുന്നു. അജി ഫോൺ ചെവിയിൽ വെച്ചു. ഹലോ അജി, ഭദ്രൻ വിളിച്ചു. ആ പറ ഭദ്ര, എന്തീ ആ സമയത്ത്? അജി ചോദിച്ചു. അതെ, ഞാനൊരു കല്യാണം കഴിച്ചാലോ? അതിനെന്താ, നല്ലതല്ലേ, നിത്യ നല്ല കുട്ടിയാ, അജി പറഞ്ഞു. അവളെ ഞാനിങ്ങ് വിളിച്ചിറക്കി ഇങ്ങ് കൊണ്ടുവന്നു. ആഹാ, അത്രേ ഉള്ളൂ? എന്താ പറഞ്ഞേ? ആദ്യമൊന്നും കാര്യമാകാതെ പിന്നെ മനസ്സിലായപ്പോൾ ആജി ചോദിച്ചു. ശ്രീകുട്ടി ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഇറങ്ങി വന്നു. നീ വീട്ടിലോട്ട് വാ, ബുദ്ധിമുട്ടുണ്ടോ? ഭദ്രൻ ചോദിച്ചു. ഹേയ്, എന്ത് ബുദ്ധിമുട്ട്? ഞാൻ ദേ വരുന്നു, ബാക്കി ഞാൻ നേരിട്ട് വന്ന് ചോദിക്കാം. ആദ്യം അതും പറഞ്ഞ് ഫോണ് വെച്ച് ശേഷം അവൻ വേഗം എണീറ്റ് മുഖം കഴുകി ഡ്രസ്സ് മാറി അത്യാവശ്യം സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി വാതിൽ തുറന്ന് ജീപ്പും എടുത്ത് അവൻ പുറത്തേക്ക് പോയി. വാതിലിലുള്ള തട്ട് കേട്ടാണ് ആദ്യം കണ്ണു തുറന്നത്. അടുത്തുള്ള ടേബിളിൽ നിന്നും ഫോൺ എടുത്ത് നോക്കുമ്പോൾ സമയം 12:38 അവൻ തന്നെ കെട്ടിപ്പിടിച്ച് നഗ്നമായി കിടക്കുന്ന നന്ദയെ ഒന്ന് നോക്കിയ ശേഷം അവളെ പുതപ്പിച്ചിട്ട് മുണ്ടും എടുത്തുകൊണ്ട് വാതിലേക്ക് നടന്നു. വാതിൽ തുറന്ന് നോക്കിയതും മുന്നിൽ നിൽക്കുന്ന പൊന്നുവിനെയാണ് കണ്ടത്. അവളുടെ മുഖത്ത് ഞെട്ടലുണ്ട്. എന്താ പൊന്നു, എന്ത് പറ്റി? ആദ്യം അവളുടെ മുഖം കണ്ട് ടെൻഷനോടെ ചോദിച്ചു. ഭദ്രേട്ടൻ വിളിച്ചിരുന്നു, നിങ്ങളെ ശല്യപ്പെടുത്താണെന്ന് കരുതി എന്നെ വിളിച്ച്. ഭദ്രേട്ടൻ നിത്യം കൊണ്ട് വരുവാ, അവരും കൊണ്ട് ഒളിച്ചോടി വരുവാന്ന് പൊന്നു പറഞ്ഞത് കേട്ട് ആദ്യം ഞെട്ടലോടെ നിന്നു. സത്യാണോ? ആദ്യം ചോദിച്ചു. അതെ, ഞാൻ ഈ പാതിരാത്രി വന്ന് നുണ പറയുന്നേ, അവരെത്താറായി എന്നാ പറഞ്ഞേ. പൊന്നു പറയുന്നത് കേട്ട് ആദ്യം നെഞ്ചിൽ കൈവച്ചു. ദൈവമേ, ആദ്യം ശരിക്കും ഞെട്ടി. അപ്പോഴേക്കും പുറത്ത് കോളിംഗ് ബെല്ലും മുഴങ്ങിയിരുന്നു. ആദ്യയുടെയും പൊന്നുവിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്കായി.